മാറിയ അഡ്രസ്സ് കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്നിട്ടും മറുപടി കാണുന്നില്ല. എന്തുപറ്റി? ഇങ്ങനെ ഒരു സൗഹൃദം ഇനി തുടരണ്ടെന്ന് തീരുമാനിച്ചോ? ഞാനിവിടെ തിരക്കി വന്നപ്പോൾ നാട് വിട്ടു പോയി എന്നാണ് കിട്ടിയ മറുപടി. തിരിച്ചെത്തിയിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലയളവിനുള്ളിൽ ജീവിതത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ ബോധപൂർവമായും അല്ലാതെയും മറന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സൗഹൃദം, എന്നെ തേടിയെത്തുന്ന ഈ വരികൾ, അതൊന്നും മരണം വരെ എനിക്ക് മറക്കാനാവില്ല, ഒരിക്കലും. ജീവിതം വല്ലാതെ ഉലച്ചു കളഞ്ഞു. സങ്കടങ്ങളുടെ പെരുമഴയിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഓർക്കും, ഒരു വരിയൊന്നും കുറിച്ച് അത് അടുത്തെത്തിയിരുന്നെങ്കിലെന്ന്. കാരണം തൻ്റെ വരികൾ തരുന്ന ആത്മവിശ്വാസം ഈ ലോകത്ത് മറ്റൊന്നിനും എനിക്ക് തരാൻ പറ്റില്ല. ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. എന്നെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും വഴിയിൽ ഇത് കയ്യിലെത്തുമെന്ന പ്രതീക്ഷയിൽ. ഈ ലോകത്തിൻ്റെ ഏതോ കോണിൽ എനിക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരാളുണ്ട്. വരികൾ തേടുന്ന ഒരു പേപ്പറുണ്ട്. മഷി ഉണങ്ങാത്ത ഒരു പേനയുമുണ്ട്. വല്ലാത്തൊരു പ്രതീക്ഷയാണത്. പിന്നെ വേറൊരു വിശേഷമുണ്ട്. പെണ്ണുങ്ങൾ കുശുമ്പ് പറയുന്ന പോലെയാണെന്ന് തോന്നരുത്. കത്തുകളിലൂടെ ഞാൻ വായിച്ചറിഞ്ഞ നിങ്ങളുണ്ടല്ലോ, ആ നിങ്ങളോട് എനിക്ക് ബഹുമാനം കൂടിക്കൂടി വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. എൻ്റെ ഒരു അയൽവാസി. അയാളെ എന്ത് പേരിട്ട് വിളിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞോടും. വഴക്കളിയെന്നോ അഹങ്കാരിയെന്നോ എന്താ പറയാ, ഈ ലോകത്ത് താൻ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ എന്ന ഭാവക്കാരൻ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിലൊന്ന് കൂട്ടിമുട്ടും. എന്നെങ്കിലും നമ്മൾ തമ്മിൽ കാണുകയാണെങ്കിൽ ആ മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. അപ്പം മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്. പക്ഷെ ഒരു കാര്യം പറയാതെയും പറ്റില്ലല്ലോ. എനിക്കും എൻ്റെ മോൾക്കും അവളെ തീരെ ഇഷ്ടമല്ല. പക്ഷേ അവൾ എങ്ങനെയോ അമ്മാവൻ്റെ മനസ്സ് കീഴടക്കിയിട്ടുണ്ട്. അമ്മാവൻ അവളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയൂ. ഈ കൈവിഷത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ അമ്മാവൻ്റെ മാറ്റം കാണുമ്പോൾ ഇനി അതിലും വിശ്വസിക്കണമെന്ന് തോന്നിപ്പോവുക. ഞാനീ പറയുന്ന കുഴപ്പക്കാരനിൽ ഒരു നല്ല മനുഷ്യനുണ്ടെന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ, എൻ്റെ അമ്മ. അയാളെ എപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതെന്ത് മായാജനാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത കത്തിലെഴുതാം. ഇനിയുള്ള കത്തുകളെങ്കിലും നേരിട്ട് അങ്ങോട്ടെത്തും എന്ന പ്രതീക്ഷയിൽ ആരാധിക. ഇനി എഴുതാം, ഇനിയും കാത്തിരിക്കാം. കാറ്റലകൾ എന്നെ തേടിയെത്തുമ്പോഴെല്ലാം അതിൻ്റെ കൂടെ താനുമുണ്ട്. ശുഭരാത്രി എന്ന് ഹരി.